ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന റെസിപ്പി സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ ഒരു റെസിപ്പി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനായിട്ട് ഞാനിതാ ഇത്രയും അളവിൽ പുളി ചൂടുവെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റാണ് വെച്ചത്. ചൂടുവെള്ളം ഒഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എളുപ്പത്തിൽ നമുക്ക് പുളി പിഴിയാനായിട്ട് പറ്റും. കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് വേണം പിഴിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയാണ്. 1/2 കപ്പ് ഇഞ്ചി ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 20ഓളം ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ 1.5 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റ് ചെയ്ത് അരിച്ച് അവിടെ മാറ്റി വെക്കാം. കുറച്ചും കൂടി മധുരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ 2 പീസ് എടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഏകദേശം ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും നമുക്ക് നല്ല പോലെ തന്നെ മുരിച്ചെടുക്കേണ്ടതാണ്. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വറ്റൽ മുളകും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മുഴുവനായിട്ടും ഇളക്കി കൊടുക്കുക. പൊടി ഇടുമ്പോൾ ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക. ബാക്കിയുള്ള ടൈമിലൊക്കെ മീഡിയം ഫ്ലെയിം വെച്ച് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിം ചെയ്ത് കൊടുക്കാൻ പാടില്ല. പെട്ടെന്ന് കളറ് ചേഞ്ചായി പോവും. ഇഞ്ചിയുടെയൊക്കെ കളറ് പെട്ടെന്ന് ചേഞ്ചായിട്ട് ടേസ്റ്റ് ടോട്ടലി തന്നെ മാറിപ്പോവും. അങ്ങനെ എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് മുരിച്ച് നല്ല രീതിയിൽ ആക്കിയെടുക്കുക. ഏകദേശം ഈ ഒരു രീതിയിൽ ആയി കിട്ടിയാൽ എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളമില്ലേ അത് ഒഴിച്ചെടുക്കുക. ഇത് കട്ടിയുള്ള വെള്ളം തന്നെയാണ് പിഴിഞ്ഞെടുത്തത്. ഇതൊഴിച്ച് ഒന്ന് മിക്സാക്കി കൊടുത്ത് ഉടനെ തന്നെ നമുക്ക് ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ 1/4 കപ്പ് വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കൂടുതൽ വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പുളിയിഞ്ചി വറ്റിച്ചെടുക്കാൻ കുറേ അധികം ടൈം എടുക്കേണ്ടി വരും. ഈ ഒരു അളവിലാണ് ടോട്ടലായിട്ട് വെള്ളമുള്ളത്. ഇനി ഇത് മുഴുവനായിട്ടും ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇടയ്ക്ക് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പുളിയും ശർക്കരയും അധികം വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായി കിട്ടും. ഈ ഒരു സ്റ്റേജിൽ സ്പൂണിൽ നിന്ന് ഈ ഒരു രീതിയിൽ വരുന്ന ടൈമില്ലേ, അങ്ങനെ വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. പിന്നെ നല്ല പോലെ ചൂടാറിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു പുളിയിഞ്ചിയുടെ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് ചൂടാറി കഴിഞ്ഞിട്ടുള്ള ഒരു സീനാണ്. ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതൊരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം. സാധാ സദ്യയുടെ കൂടെ മാത്രമല്ല, നമുക്ക് ബിരിയാണി എന്തിൻ്റെ കൂടെയാണെങ്കിലും അച്ചാറിന് പകരമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഈ പുളിയിഞ്ചി. മന്തിയുടെ കൂടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ഇത് മുമ്പൊരിക്കൽ ഉണ്ടാക്കി വെച്ചിട്ട് മന്തിക്ക് കൂട്ടി കഴിച്ചപ്പോൾ നല്ല കോമ്പിനേഷനായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ഇതെല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട്. വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.